26 വർഷത്തെ വിശ്വാസം, ലക്ഷക്കണക്കിന് സന്തോഷകരമായ ദാമ്പത്യങ്ങൾ. കല്യാണം എന്നാൽ കേരള മാട്രിമോണി തന്നെ. യുദ്ധം ശക്തമായതോടെ പ്രവാസ ലോകം വീണ്ടും ആശങ്കയിൽ. ഓരോ ദിവസവും യുദ്ധത്തിന്റെ തീവ്രത കൂടി വരുന്നത് പ്രവാസികളുടെ ജോലി തുലാസിലാക്കുമോ എന്ന ആശങ്കയാണ്. യുദ്ധം വീണ്ടും ശക്തമാവുകയും യുഎഇക്ക് നേരെ ആക്രമണം ഇറാൻ കനപ്പിക്കുകയും ചെയ്താൽ പ്രവാസികൾക്ക് ആശങ്ക ഇരട്ടിയാകും. യുദ്ധം ശക്തമായതോടെ പ്രവാസ ലോകം വീണ്ടും ആശങ്കയിലാണ്. ഓരോ ദിവസവും യുദ്ധത്തിന്റെ തീവ്രത കൂടി വരുന്നു. ജോലി തുലാസിലാകുമോ എന്ന ആശങ്കയാണ് ഒരു ഭാഗത്തു നിന്നും ഉയരുന്നത്. സാമ്പത്തികമായി നേട്ടമുണ്ടാക്കാനുള്ള ഒരു അവസരം മറ്റൊരു ഭാഗത്തുണ്ട്. ഈ വേളയിൽ പ്രവാസികൾ വളരെ ചിന്തിച്ചു വേണം ഒരു തീരുമാനമെടുക്കാൻ. കുവൈത്ത്, ബഹ്റൈൻ, ഖത്തർ എന്നീ രാജ്യങ്ങളിലെ അമേരിക്കൻ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇറാന്റെ മിസൈൽ തുടർച്ചയായി തന്നെ വരികയാണ്. അമേരിക്ക ഇറാനെ ആക്രമിക്കുന്നതാണ് ഇതിന് പ്രധാന കാരണം. തിരിച്ചടിയായി ഇറാൻ ലക്ഷ്യമിടുന്നത് GCC രാജ്യങ്ങളിലെ US കേന്ദ്രങ്ങളാണ്. ഇതിൽ ചില ആക്രമണം വഴിതെറ്റി ജനവാസ കേന്ദ്രങ്ങളിലെത്താനുള്ള സാധ്യതയും മുന്നിലുണ്ട്. യുദ്ധം തുടങ്ങിയ ശേഷം ഇത്തരം സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട്. യുദ്ധം വീണ്ടും ശക്തമാവുകയും യുഎഇക്ക് നേരെ ആക്രമണം ഇറാൻ കനപ്പിക്കുകയും ചെയ്താൽ പ്രവാസികൾക്ക് ആശങ്ക ഇരട്ടിയാകും. ജോലി നഷ്ടം, ജോലി ചെയ്തിട്ടും ശമ്പളം കിട്ടാതിരിക്കൽ തുടങ്ങിയുള്ള വെല്ലുവിളികൾ നേരിടുമോ എന്ന ഭയമാണ് പ്രവാസികൾക്ക്. എല്ലാത്തിനും പുറമെ ജീവന് ഭീഷണി വേറെ. ഈ ഘട്ടത്തിലാണ് ഇപ്പോൾ വിദഗ്ധരുടെ അഭിപ്രായങ്ങൾ പ്രവാസികൾക്ക് ഉചിതമായ തീരുമാനമെടുക്കാൻ ഉപയോഗപ്പെടുന്നത്. പ്രവാസികൾക്ക് ഈ വേളയിൽ പ്രതീക്ഷ നൽകുന്ന ഒരു മാറ്റം സംഭവിക്കുന്നുണ്ട്. രൂപയുടെ മൂല്യം ഇടിഞ്ഞതോടെ ദിർഹത്തിന്റെയും ഡോളറിന്റെയും മൂല്യം ഉയരുകയാണ്. അതായത് ദിർഹവും ദിനാറും റിയാലും ഡോളറും കൈവശമുള്ളവർക്ക് കൂടുതൽ മൂല്യം ലഭിക്കും. ഓഹരി വിപണികൾ ഇടിയുകയും സ്വർണ്ണവില കുറയുകയും ചെയ്യുന്ന വേളയിൽ ഡോളർ കരുത്ത് വർദ്ധിപ്പിക്കുകയാണ്. ഉദാഹരണത്തിന് കഴിഞ്ഞ മാസം 1000 ദിർഹം നാട്ടിലേക്ക് അയച്ച വ്യക്തിക്ക് 25,000 രൂപ ബാങ്ക് അക്കൗണ്ടിൽ എത്തിയെങ്കിൽ ഇപ്പോൾ അത് 26,000-ന് മുകളിൽ ലഭിക്കുമെന്നതാണ് നേട്ടം. നാട്ടിൽ വായ്പാ തിരിച്ചടവ് ഉൾപ്പെടെയുള്ളവർക്ക് ഇത് ഗുണം ചെയ്യും. യുദ്ധം ശക്തിപ്പെടുമ്പോഴും ആശങ്കകൾ ഒരു ഭാഗത്ത് നിൽക്കവെയാണ് മറ്റൊരു ഭാഗത്ത് ഇത്തരത്തിലുള്ള സാമ്പത്തിക ലാഭം വരുന്ന വാർത്ത കൂടി വരുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.